പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ യേശു പ്രസ്താവിക്കുന്ന ഒരു വാക്യം പ്രതിപാദിച്ചിരിക്കുന്നു. അവിടെ എങ്ങനെയാണ്? യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ആ വാക്യം എൻ്റെ ആത്മീക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം ആകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലോകത്തിന് അനുരൂപമായി ജീവിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്നെ ഒരാത്മീക മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആത്മീകമാകുന്ന പരിവർത്തനങ്ങളെ നൽകി എന്ന് എനിക്ക് അസന്നിഗ്ധമായിട്ട് സ്പഷ്ടമായിട്ട് പറയുവാനായിട്ട് കഴിയും. അതെന്തേ എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു എന്നെയും സ്നേഹിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ കൗമാരം മുതൽ രക്ഷിക്കപ്പെട്ടവനായിട്ട് ജീവിപ്പാൻ വലിയവനാകുന്ന ദൈവം എന്നെ ശക്തീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ നോമ്പ് കാലത്ത് പ്രത്യേകിച്ചും രക്ഷാസേനയും ആഗോളതലത്തിൽ ലെൻഡ് 2026 ലവ് സ്റ്റോറി എന്ന ടൈറ്റിലൂടെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെയും ത്യാഗജീവിതത്തെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും ധ്യാനിക്കുന്ന ഈ പീഡാനുഭവ നാളുകളിൽ ദൈവപുത്രനായ യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചതെന്നും അവൻ എനിക്ക് വേണ്ടിയാണ് യാഗമായി തീർന്നതെന്നും ചിന്തിക്കുവാനുള്ള ദൈവസ്നേഹത്തിന്റെ വ്യാപ്തി പരിശുദ്ധാത്മാവ് അടിയനിൽ നൽകുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ പ്രതിപാദിക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള വലിയ കൃപ ഈ നോമ്പ് കാലത്ത് നാം സ്വായത്തമാക്കേണ്ടത് അനിവാര്യമാണ്. വിശുദ്ധ തിരുവെഴുത്തുകളിൽ നാം പഠിപ്പിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രതിപാദിക്കുന്ന റോമർ 5:5 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം പകർന്നിരിക്കുന്നതിനെ സംബന്ധിച്ച് അവിടെ പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് ഈ നോമ്പ് കാലയളവിൽ കർത്താവായ യേശുക്രിസ്തു എന്നെ സ്നേഹിച്ചതുപോലെ എൻ്റെ സമശിഷ്ടങ്ങളെ സ്നേഹിക്കുവാനായിട്ട്, ഞാൻ അധിവസിക്കുന്ന ഈ ഭൂമിയെ സ്നേഹിക്കുവാനായിട്ട്, എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുവാനായിട്ട്, ഞാൻ അധിവസിക്കുന്ന ഈ പ്രകൃതിയെ സ്നേഹിക്കുവാനായിട്ട്, സഹോദരങ്ങളെ സ്നേഹിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. 1 യോഹന്നാൻ 4:21 ദൈവത്തെ സ്നേഹിക്കുന്നവൻ തൻ്റെ സഹോദരനെയും സ്നേഹിക്കണം എന്ന് അപ്പോസ്തലനായ യോഹന്നാൻ അവിടെ ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ കൽപ്പന അവിടെ എഴുതുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ നോമ്പ് കാലയളവ് 2026 ഈ പീഡാനുഭവ ധ്യാന നാളുകൾ നമുക്ക് സമശിഷ്ടങ്ങളെ സ്നേഹിക്കുവാനുള്ള നാളുകളായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.